വാലില്ലാപ്പുഴയുടെ പരിസരത്താണ് നിൽക്കുന്നത്. വാലില്ലാപ്പുഴ ഇന്ന് രാവിലെ മുതൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ വെള്ളത്തിന്റെ മുകളിൽ കെട്ടിപ്പൊന്നിരിക്കുന്ന ഒരു ഗ്രീസ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ദ്രാവകം രൂപത്തിലുള്ള ഒരു മലിനമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഉന്നയിച്ചു പോരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിനോട് നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വാലില്ലാപ്പുഴയുടെ ടൂറിസം സാധ്യതകളെല്ലാം മുതലെടുത്ത് ഈ പുഴയെ സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടി കൊള്ളണമെന്ന് വിവിധ സംഘടനകൾ നിവേദനം സമർപ്പിക്കുകയും പരാതി ഉന്നയിക്കുകയും ചെയ്തിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് തീർത്തും അനാസ്ഥാപരമായിട്ടുള്ള ഒരു സമീപനത്തിലേക്കാണ് പഞ്ചായത്ത് പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ വാലില്ലാപ്പുഴയുടെ അവസ്ഥ ഒരു കയ്യും കാലും കഴുകാൻ പറ്റാത്ത രൂപത്തിൽ വളരെ അധികം മലിനമായി പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ എടുത്തു മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ട് പോലും അതൊന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സമീപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുള്ളത്. നിരവധി ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. HMനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉചിതമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുന്നവരെ ഇതിനെ പുറകിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാമെന്നുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഒരവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പുഴയ്ക്ക് മുകളിലായിട്ട് ഒരു പ്രത്യേകതരം ഓയിൽ രൂപത്തിലുള്ള ഒരു വസ്തു കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതി നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ ഇത് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അതും പൂർണ്ണമായിട്ടും അതിനുള്ളൊരു ഫണ്ടില്ല എന്നുള്ള രീതിയിലാണ്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോ ടൂറിസം വകുപ്പിനോ അത് വിട്ടുകൊടുത്തുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകണം എന്നുള്ള അത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൗനം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മറുപടി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രത്യേകമായി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഏതൊരു പഞ്ചായത്തിലും ഇത്തരം ഒരു തടാകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനും തൊട്ടടുത്തുള്ള വായൂർ പഞ്ചായത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു കുളമുണ്ട്. ഇതിനെക്കാട്ടിൽ അല്പം വലുതാണത്. എന്നിട്ടും അത് അവർ സംരക്ഷിച്ച രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് അതിൻ്റെ സംരക്ഷണ ഭിത്തികളൊക്കെ പിരിഞ്ഞു പോയിട്ടും അതൊക്കെ കെട്ടി ഭദ്രമാക്കി വളരെ ടൂറിസം വൽക്കരണം രൂപത്തിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം തടാകങ്ങളൊക്കെ നശിച്ചു പോകുന്ന, കേരളത്തിൽ ഒന്നടങ്കം നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു വാലില്ലാപ്പുഴയും എണ്ണിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉചിതമായ നടപടി കൈക്കൊള്ളുന്നത് വരെ നമ്മൾ ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ബാക്കിയുള്ളത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.